സൊല്യൂഷൻസ് ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ. യെസ് എടാ മക്കളെ, നാളത്തെ നിങ്ങളുടെ ഹിന്ദി എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. യെസ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാരക്ടർ സ്കെച്ച് ആരുടേതായിരിക്കും? യെസ്, അത് രാജാറാമിൻ്റെതായിരിക്കും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, രാജാറാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, സെറ്റ് ആക്കാം. യെസ്, ദാ പിടിച്ചോ മക്കളെ, 4 മാർക്കിന്റെ ഒരു ചോദ്യം നോക്കിക്കോളൂ. എങ്ങനെയാ നമ്മൾ എഴുതാം? ശ്രീമതി ഗഗൻ ഗിൽ की मशहूर कहानी दिल्ली में उनींदे का मुख्य पात्र है രാജാറാം. അല്ലേ, ആരാണ് എഴുതിയിരിക്കുന്നത്? ഗഗൻ ഗില്ലാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? ദില്ലി മേം ഉനീന്ദെ. ഓക്കെ, അപ്പൊ ഗഗൻ ഗില്ലിന്റെ ദില്ലി മേം ഉനീന്ദെ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്? നമ്മുടെ രാജാറാം. രാജാറാം ദില്ലി മേം ഓട്ടോറിക്ഷ ചലാത്താ ഹേ. ദില്ലിയിൽ എന്താ ചെയ്യുന്നത്? യെസ്, ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ആര് ചെയ്യുന്നതാടാ? നമ്മുടെ രാജാറാം. വഹ് ഏക് ഗരീബ് ആദ്മി ഹേ. അദ്ദേഹം എന്താണ്? ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യനാണ്. യു പി കാ അന്നാവ് വാല ഹേ. യു പിയിലെ അന്നാവിലാണ് അദ്ദേഹത്തിന്റെ വീട്. പെഹ്ലെ റിക്ഷ ചലാത്താ താ. ആദ്യം എന്തായിരുന്നു? റിക്ഷയായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഗാവ് മേം ഘർ താ. ഗ്രാമത്തിൽ വീടുണ്ടായിരുന്നു. പർ ബാരിഷോ മേം ടഹ് ഗയ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ വീട് മഴയത്ത് തകർന്നു പോയി. അബ് വഹ് ബേഘർ ഹേ. ഇപ്പോൾ അദ്ദേഹം വീടില്ലാത്ത ഒരാളാണ്. ഉസ്കോ സോനെ കെ ലിയേ കോയി ഘർ ഭി നഹി ഹേ. ഉസ്കോ സോനെ കെ ലിയേ. അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടി കോയി ഘർ ഭി നഹി ഹേ. ഒരു വീട് പോലും ഇല്ല. വഹ് സാലോം സേ ഓട്ടോറിക്ഷ അന്തർ സോത്താ ഹേ. വർഷങ്ങളോളമായിട്ട് അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? ഓട്ടോറിക്ഷയുടെ ഉള്ളിലാണ്. പൈസേ കെ ലിയേ ഉസേ കോയി ലാലച്ച് നഹി. പൈസയ്ക്ക് വേണ്ടി യാതൊരുവിധ ആർത്തിയില്ല. കുറെ പൈസ ഉണ്ടാക്കണം, എനിക്ക് പൈസ വേണം എന്നുള്ള അത്യാർത്തി, അഹംഭാവൊന്നും ആർക്കില്ല? ഈ മനുഷ്യന് ഇല്ല. ദോ വക്ത് കി റോട്ടി കെ ലിയേ. 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കുച്ച് കമാന. എന്തെങ്കിലും സമ്പാദിക്കണം. ഉസേ ഹി വഹ് അപ്ന സൗഭാഗ്യ സമജ്താ ഹേ. അതാണ് ഇദ്ദേഹത്തിന്റെ സൗഭാഗ്യമായിട്ട് അദ്ദേഹം കാണുന്നത്. വേക്ക് അച്ഛാ ആദ്മി ഹേ. വളരെ നല്ല ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഉറപ്പല്ലേ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരൂലേ? നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ, അല്ലേ? അപ്പൊ ഈ ചാപ്റ്റേഴ്സിനൊക്കെ വരുന്ന ചോദ്യങ്ങളുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇന്ന് വൈകുന്നേരം കറക്റ്റ് 5 മണിക്ക് ഒരു അടിപൊളി ലൈവ് ആയിട്ട് മിസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി പോരാ. നമുക്ക് നാളത്തെ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് ഒരുങ്ങാം. യെസ്, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ലൈവ് മറക്കണ്ട, കറക്റ്റ് സമയത്ത് പോരാ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.